മോശയുടെ മരണശേഷം യോശുവയും ഇസ്രായേൽ ജനവും കനാൻ പിടിച്ചടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ എത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് കനാൻ ദേശം കൈവശപ്പെടുത്തുന്നു. മോശയുടെ മരണശേഷം യോശുവ ഇസ്രായേലിന്റെ നായകനായി തീരുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാൻ ദേശം പിടിച്ചടക്കുകയും ചെയ്തു. യോശുവ ദേശം മുഴുവനും പിടിച്ചു അതിനെ ഇസ്രായേലിനെ ഗോത്ര വിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു. ദേശത്തിന് സ്വസ്ഥത വന്നു. യോശുവ 11:23 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 17:6 21:25 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന 2 വാക്യങ്ങൾ BC 1200 BC 1000 വരെയുള്ള യോശുവ ന്യായാധിപന്മാരുടെ കാലത്തിന്റെ ഒരു സംക്ഷിപ്ത ചിത്രീകരണമാണ്. പാലസ്തീൻ എന്നറിയപ്പെടുന്ന ഭൂഭാഗം കനാൻ എന്ന പേരിലാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഇസ്രായേൽ കനാനിൽ പ്രവേശിക്കുന്നതിനു മുമ്പേ ഈ പ്രദേശം കനാന്യർ, അമോര്യർ എന്നീ 2 ജാതികളാണ് വസിച്ചിരുന്നത്. ഇവർക്ക് ഇടകലർന്ന വംശജരും ഗോത്രങ്ങളുമായി പ്രവർത്തിക്കുന്നവരായിരുന്നു. യോശുവ 3:10. ഇവരിൽ കനാന്യർ ഈ ദേശത്തിലെ ആദിവാസികളും അമോന്യർ വെളിയിൽ നിന്ന് വന്ന കുടിയേറി പാർത്തവരുമാണ്. ഇക്കാലത്തെ കനാനിൽ താമസിച്ചിരുന്ന വർഗ്ഗക്കാർ പൊതുവെ പല കാര്യങ്ങളിലും പുരോഗമനമുള്ളവർ ആയിരുന്നു. ഇവരുടെ പട്ടണങ്ങൾ കോട്ടകൾ കൊണ്ട് സുരക്ഷിതമായിരുന്നു. ഓരോ പട്ടണത്തിനും രാജാവ് ഉണ്ടായിരുന്നു. പട്ടണത്തിന് ചുറ്റും അവർക്ക് അവകാശപ്പെട്ട കൃഷിസ്ഥലവും ആടുമാടുകളും മേയ്ക്കുവാനുള്ള മേച്ചൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല മെസോപ്പൊത്തേമിയ, ഈജിപ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളുമായി ഇവർക്ക് സമ്പർക്കവും വ്യാപാര ബന്ധവും ഉണ്ടായിരുന്നു. അക്ഷരലിപികൾ ഉപയോഗിച്ചുള്ള എഴുത്തും വായനയും ഇവർക്ക് ഇക്കാലത്ത് വശമായിരുന്നു. കനാനിലെ പ്രധാന ദൈവം ഏൽ ആയിരുന്നു. ഇതുകൂടാതെ മാൽദേവനെയും അശേര, അസ്തോരത്ത്, അനാത്ത് തുടങ്ങിയ ദേവിമാരെയും ഇവർ ആരാധിച്ചിരുന്നു. സമർത്ഥമായ വിളവ്, ആടുമാടുകളുടെയും ജനങ്ങളുടെയും വർധനവും മുതലായവ ഈ ദൈവങ്ങളുടെ പ്രസാദ ഫലമായി ഉണ്ടാക്കുന്നുവെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു.